പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന, എൻ്റെ വചനത്തെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവ ഐശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്ഭുതകരമായ വിടുതലും പ്രത്യാശയും ഇന്ന് രാത്രികാല ദൈവാത്മാവിനെ വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ക്ഷമവും സന്തോഷവുമായിരിക്കുന്നു എന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത എന്ന് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലത്തെ ചിന്ത. സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവം എന്നോട് കൂടെ ഇല്ലേ? സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലയോ? എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും ഇല്ലയോ എന്ന് നമ്മൾ ചോദിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി വചനത്തിൽ കൂടി വിളിച്ചു പറയുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിന്നോട് കൂടെ സദാകാലവും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന വചനം വ്യക്തമായി നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു വചന വെളിപ്പാട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. സർവശക്തനായ ദൈവം വ്യക്തമായി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, നീ പേടിക്കണ്ട. എന്തിനാണ് നീ പേടിക്കുന്നത്? സർവശക്തനായ ദൈവം ചോദിക്കുന്നു, നീ എന്തിനാണ് പേടിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പാടുകൾ ജീവിതത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, പല സാഹചര്യങ്ങൾ കടന്നു വന്ന് ഭയപ്പാട് നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നീ ഭയപ്പെടണ്ട. ഭയപ്പെടാതെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ ഭയപ്പാടിനെ മാറ്റുവാനിടയായി തീരും. ഭ്രമിച്ചു നോക്കണ്ട, ഭ്രമിച്ച് നീ നോക്കണ്ട, പേടിച്ച് നീ നോക്കണ്ട. വിഷയങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെടണ്ട, പേടിക്കണ്ട. അവിടെ വായിക്കുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ആരുടെ? നിലവിളിക്കുന്ന ദൈവ പൈതലിന്റെ കൂടെ നിൽക്കാൻ പൂർണ്ണതയോടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാമെന്ന് വായ്ത്തത്വം ചെയ്തിരിക്കുന്ന ഒരേ ഒരുവനെ ഉള്ളൂ. അത് നാം സേവിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് പറയാൻ ഒരേ ഒരുവനെ ഉള്ളൂ. അത് നമ്മൾ സർവശക്തനായ ദൈവമാണ്. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, നീ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ, നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ, ആരും കൂടെ ഇല്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ സർവശക്തനായ ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, നീ പേടിച്ചു നോക്കണ്ട. നിന്നെ താങ്ങാൻ ആരുമില്ല എങ്കിലും സർവശക്തനായ ദൈവം നിന്റെ കൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. അടുത്ത ഭാഗമായി, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ ബലക്ഷയിച്ചു പോയി എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ, നീ ക്ഷീണിതനായി തീർന്നു എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ, നീ തളർന്നു പോയി എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ, നിന്നെ ഒന്ന് കരം പിടിച്ചുയർത്താൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ, ക്ഷീണിച്ചു പോകുന്ന സാഹചര്യത്തിൽ കർത്താവ് പറയുന്നു, നിന്റെ കരം പിടിച്ച് സർവശക്തനായ ദൈവം ഉയർത്തുവാൻ തക്കവണ്ണമിടയായി തീരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കരം പിടിച്ച് ഉയർത്തണമെങ്കിൽ
ആമേൻ, നീ വീഴുന്ന സാഹചര്യത്തിലാണ്, നീ തളർന്നു പോകുന്ന സാഹചര്യത്തിലാണ്, ആമേൻ, അവൻ കരം നീട്ടി നിന്നെ ഉയർത്തുവാൻ, നിന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീരുന്നതാണ്. എല്ലാം അസ്തമിച്ചു പരാജയപ്പെട്ടു പോയി, ഇനി വീഴ്ചയുള്ളൂ ജീവിതത്തിൽ എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ സർവശക്തനായ ദൈവം തന്റെ കരം നീട്ടി നിന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. താങ്ങണമെങ്കിൽ വീഴ്ച സംഭവിക്കണം, അല്ലെങ്കിൽ വീഴാൻ പോകണം. കാലിടറി വീഴുമ്പോഴാണ് ആമേൻ താങ്ങായി അടുത്തയാളിന്റെ കരം വരുവാനിടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ കാലിടറി വീഴുന്ന സാഹചര്യം ജീവിത മേഖലയിൽ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ കാലിടറി വീണ സാഹചര്യം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരും താങ്ങില്ല എന്ന് ചിന്തിക്കുമ്പോൾ, ആരും പിടിച്ചുയർത്താനില്ല എന്ന് ചിന്തിക്കുമ്പോൾ, സർവശക്തനായ ദൈവം പറയുന്നു, ആമേൻ, തന്റെ വലങ്കരം നീട്ടി ആമേൻ നിന്നെ പിടിച്ച് താങ്ങുവാനിടയായി തീരും. മാത്രമല്ല അടുത്ത വാക്യം പറയുന്നു, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് കോപിക്കുന്നവർ, നിന്നോട് ഒറ്റപ്പെടുത്തുന്നവർ, നിന്നെ പരാജയപ്പെടുത്തുന്നവർ, നിന്നെ തള്ളിക്കളയുന്നവർ, നിനക്കെതിരെ വിദ്വേഷം ആമീൻ നിരൂപിക്കുന്നവർ, ആമീൻ അമ്പരന്നു മാറുമാറ് ദൈവാത്മാവിന്റെ പ്രവൃത്തി, ദൈവാത്മാവിന്റെ സാന്നിധ്യം ആമീൻ നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. മറ്റൊരു വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ആമേൻ പഠിപ്പിക്കുന്നു, 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ആമേൻ, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. ആരും സഹായിക്കാനില്ലെങ്കിലും, ആരും കൈത്താങ്ങി ആമേൻ നിന്നെ ഉയർത്താനില്ലെങ്കിലും ദൈവാത്മാവിന്റെ പ്രവൃത്തി ആമേൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ അങ്ങനെ ചെയ്താൽ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല. നിന്റെ ജീവകാലത്ത് നീ ഭയപ്പെടുന്ന, നീ വേദനപ്പെടുന്ന ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ബലഹീനപ്പെടുത്തുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും അത് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ അനുവദിക്കാതെ സർവശക്തനായ ദൈവം വിടുതലയക്കുവാനിടയായി തീരും. അടുത്ത വാക്യം ഞാൻ വായിക്കുന്നു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. സർവശക്തനായ ദൈവം ഒറ്റപ്പെടുത്തി കളയുന്നവനല്ല, ആമേൻ, അവൻ നിന്നോട് കൂടെയിരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. കൈവിടാത്ത സർവശക്തനായ ദൈവം, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം, ജീവിതത്തിൽ അമ്പേ കാലിടറിപ്പോയി എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ, പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ, തളർന്നുപോയി എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ വലങ്കൈ പിടിച്ചുയർത്തി ആമേൻ നഷ്ടപ്പെട്ടതിനെ മടക്കി തന്ന് മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് എന്ന് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാല ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കൈവിടാത്ത സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ. ശുശ്രൂഷകന്മാർ നിന്റെ കൂടെ കാണില്ല, മാതാപിതാക്കൾ നിന്റെ കൂടെ കാണില്ല, സഹോദരങ്ങൾ കൂടെ കാണില്ല, നീ സ്നേഹിക്കുന്ന ആരും നിന്നോടൊപ്പം കാണില്ല. എന്നാൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ അവൻ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, ഞാൻ നിന്നെ വലങ്കരം നീട്ടി നിന്റെ തളർച്ചയുടെ നടുവിൽ, നിന്റെ വീഴ്ചയുടെ നടുവിൽ അവൻ നിന്നെ പിടിച്ചുയർത്തി എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. നഷ്ടപ്പെട്ടത് എന്താണോ അതിനെ മടക്കി തന്ന് ദേശത്തെ വിഭാഗിച്ചു തന്ന് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ആ സർവശക്തി
സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരിക്കലും കൈവിടാത്ത, നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ തിരുവചന ചിന്തയാൽ ദൈവം നമ്മെ വിടുവിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം.